സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇതൊന്നും എൻ്റെ സുഖത്തിന്, നിത്യമായ ആനന്ദത്തിന് ഒരുക്കുന്നതല്ല. മറ്റൊരാളല്ല എൻ്റെ സുഖത്തിന് കാരണമെന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അവിടെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം ഞാൻ തന്നെയാണ്. മനഃകൃതം രാമ. വസിഷ്ഠൻ രാമനോട് പറയാണ്, രാമ, നിന്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണമൊക്കെ നീ തന്നെയാണ്. അർജുനോട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, ഉദ്ധരേതാത്മനാത്മാന ആത്മാനമോസം. നീ തന്നെ നിന്നെ ഉദ്ധരിക്കണം. നീ തന്നെയാണ് നിന്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം. നീ തന്നെയാണ് നിന്നെ ഉദ്ധരിക്കേണ്ടത്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ മനസ്സിൻ്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണമായിരിക്കുന്നത് നമ്മുടെ സങ്കല്പം. മനസ്സെന്ന് പറയുന്നത് സങ്കല്പ വികല്പ സ്വരൂപ മനസ്സെന്നാണ്. നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പ വികല്പങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമ്മൾ സുഖദുഃഖങ്ങളിൽ പെട്ട് കഴിയുന്നത്. ഈ സുഖദുഃഖത്തെ സാക്ഷിഭാവത്തിൽ കണ്ട് അതിനപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കണമെന്നാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത്. എന്നാൽ നമുക്ക് അല്പം സഹായകമായി നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പിടിച്ചു നിർത്തുന്ന നമ്മുടെ തന്നെ കൂടെയുള്ള ഒരാളുണ്ട്. ആരാണ്? ബുദ്ധിയാകുന്ന സാരഥി കൊണ്ട്, ഈ കടിഞ്ഞാൺ കൊണ്ട് മനസ്സിനെ ഓരോ ഇന്ദ്രിയങ്ങളെ വഴിക്ക്, കുതിരകൾ ഓരോ വഴിക്ക് പോകുന്ന നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അവസ്ഥയിൽ മനസ്സിനെ ഈ ബുദ്ധി കൊണ്ട്, സാരഥി കൊണ്ടൊന്നൊരു കടിഞ്ഞാണിട്ട് നമുക്ക് പോകേണ്ടുന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പോകാൻ തയ്യാറായാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ ഇത്തരം വേദികളിലും സത്സംഗങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശക്തിയെ, നമുക്കെന്തോ ഉണ്ടോ അതെല്ലാം എവിടെ നിന്ന് കിട്ടിയതാണ്? ഇവിടുന്ന് തന്നെ കിട്ടിയതാണ്. ഈശാവാസ്യമിതം സർവ്വം, അല്ലേ?